സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാനുള്ള കമ്പനികളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് പല ആളുകളുടെയും സംശയമാണ്. എന്നാൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുപാടിലേക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഒരുപാട് നല്ല കമ്പനികളുടെ പേരുകൾ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത് മിക്കവാറും കോൾഗേറ്റ് കൊണ്ടായിരിക്കും. അതിൻ്റെ കമ്പനി ഏതാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം നമ്മളൊന്ന് കുളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അന്നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഒന്നുകിൽ ലെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിയാമ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ കമ്പനി ഏതാണെന്ന് ഒന്ന് പിന്നിൽ ഒന്ന് വായിച്ച് നോക്കാം. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ആട്ടപ്പൊടി ആശീർവാദ്, അത് ഏത് കമ്പനിയാണെന്ന് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു നോട്ട് ബുക്കും പേനയും എടുത്താൽ മിക്കവാറും നമ്മുടെ നോട്ട് ബുക്ക് ഒന്നുകിൽ ഡോംസിൻ്റെ ആയിരിക്കും, അതല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റേതായിരിക്കും. ഇനി നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിലോ ഒന്നുകിൽ മാരുതി ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂണ്ടായി ആയിരിക്കും, അതല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ അശോക് ലൈലാൻഡിന്റെ ബസ്സുകളായിരിക്കും. ഗൃഹോപകരണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ അത് ഒന്നുകിൽ ഓറിയന്റ് ഇലക്ട്രിക് ആയിരിക്കും, അതല്ലെങ്കിൽ ക്രോംപ്ടൺ ആയിരിക്കും. ഇനി AC ആണെങ്കിൽ ഒന്നുകിൽ വോൾട്ടാസ് ആയിരിക്കും, അതല്ലെങ്കിൽ ബ്ലൂ സ്റ്റാർ ആയിരിക്കും, അതും അല്ലെങ്കിൽ ഗോദ്രേജ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും നമ്മുടെ ചുറ്റുപാടുകളും പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല കമ്പനികളുടെ പേരുകൾ നമുക്ക് ലഭിക്കും. ഇനി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. ഈ കമ്പനികളുടെയൊക്കെ നിലവിലെ ഗ്രോത്ത് എങ്ങനെയാണ്, അവരുടെ സാധനം, നിങ്ങൾ ഏത് കമ്പനിയുടെ സാധനങ്ങളാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് തരുന്നത്, ഏത് കമ്പനിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. ഇങ്ങനെ കമ്പനിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുറച്ച് അതിൻ്റെ ഫിനാൻഷ്യൽസും കുറച്ച് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും ചെറുതായിട്ടൊന്ന് നോക്കിയാൽ ആ കമ്പനികൾ ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റുന്ന ലെവലിലാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആരും നിക്ഷേപിക്കാനുള്ള കമ്പനികൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട.